റൂഹിനെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച്, ദ സോൾ, ആ പരിശുദ്ധി സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഭൗതിക ശരീരത്തോട് ആത്മാവ് വിട പറയുന്നതോടുകൂടെ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിന്, ആ മയ്യത്തിന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സന്ദർശനമോ പ്രാർത്ഥനകളോ അവരനുഭവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന ചർച്ചയിൽ അവർക്കതിന് സാധിക്കുമെന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ തെളിയിച്ചിരിക്കുന്ന ചില വസ്തുതകളിലൂടെയാണ് നമ്മൾ ഇന്നലെ കടന്നുപോയത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോൾ, സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അവർ വഫാത്താകാൻ ഇരിക്കുമ്പോൾ ഒരുപാട് സ്വഹാബിമാർ ബഹുമാനപ്പെട്ടവരുടെ അരികത്ത് വന്ന് അന്ത്യയാത്ര അയക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്വഹാബത്തിനെ കണ്ടു, അവർ മരിക്കാൻ പോവാൻ. ഫബകാ തവീലൻ വഹവല വജ്ഹഹു ഇലൽ ജിദാർ, ചുമരിലേക്ക് മുഖം തിരിച്ച് തേങ്ങി തേങ്ങി കരയുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മകൻ ചോദിച്ചു, മാ യുബ്കീക യാ അബതാ, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലയോ അംർ ഇബ്നുൽ ആസ്, എന്റെ പിതാവേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അമാ ബശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ വകദാ, നിങ്ങൾക്ക് ജീവിതത്തിൽ മരണത്തിന് ശേഷം ഒരുപാട് നന്മകൾ ഉണ്ടാകുമെന്ന്, ഖൈറുണ്ടാകുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടില്ലയോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അന്നേരം മുഖം കണ്ടി തിരിച്ചിട്ട് അവർ പറഞ്ഞു, ഇന്ന അഫ്ളല മാ നുഇദ്ദു ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മരണത്തെ വരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷ നൽകുന്നത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നത് ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ഷഹാദത്താണ്. നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ, ആ ഒരു സമാധാനമേ ഉള്ളൂ. ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ എന്ന് അഭിമാനം പറയാൻ സത്യവിശ്വാസിക്ക് പേടിയാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അങ്ങനെയാ വിചാരിക്കേണ്ടത്. അല്ലാഹു നീ സ്വീകരിക്കുമോ പടച്ചോനെ? പേടി വരുന്ന നന്മ ചെയ്യുമ്പോൾ പോലും ഇത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെക്കാൾ ദേഷ്യമുള്ള ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എങ്ങാനും സൗകര്യപ്പെട്ട് കിട്ടിയാൽ ഹബീബിന്റെ തലയെടുക്കണമെന്ന് കൊതിച്ചു നടന്നിരുന്ന ദുഷ്ടനായിരുന്നു ഞാൻ. അങ്ങനെ ഞാനെങ്ങാനും മരിച്ചുപോയിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിലേക്ക് പോയേനെ എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അല്ലാഹു എൻ്റെ മനസ്സിലേക്ക് ഇസ്ലാം തോന്നിപ്പിക്കുന്നു, അംർ ഇബ്നുൽ ആസ് നിങ്ങൾ പോയി മുസ്ലിമാകണം, എൻ്റെ മനസ്സെന്ന് വിളി വരികയാണ്. ഞാൻ ഹബീബിന്റെ അരികത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉബ്സുത് യദക ഫലി ഉബായിഅക, നബിയേ അങ്ങയുടെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരുമോ? ഞാൻ അങ്ങയുടെ കൈ പിടിച്ചൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. അവിടുത്തെ പരിശുദ്ധമായ വലത് കൈ എനിക്ക് നീട്ടിത്തന്നു. ഞാൻ അവിടുത്തെ കൈ പിടിച്ചു. കൈവിടാതെ പിടിച്ചപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാലക യാ അംർ, അംറേ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? കൈവിടുന്നില്ല. അറത്തു അൻ അശ്തരിത, എനിക്കൊരു നിബന്ധനയുണ്ട് നബിയേ. എന്ത് നിബന്ധന? അല്ലാഹു എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ. ആ ഉറപ്പ് ലഭിക്കാതെ അങ്ങയുടെ കൈ ഞാൻ വിടില്ല. നോക്കണം, സ്വഹാബികളായി ചെയ്യുന്നതേ.
അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു എനിക്ക് പുറത്തു തന്നു എന്ന് ഉറപ്പ് കിട്ടണം. അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, അമാ അലിംത അംറു ബിൽ ആസ്, നിങ്ങൾക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല, ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായി കടന്നു വന്നാൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ സർവ്വ തിന്മകളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് നിങ്ങൾക്കറിയില്ലയോ? മുസ്ലിമായാൽ അതിന്റെ മുമ്പ് എന്തൊക്കെ ചെയ്തോ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ, ഹിജ്റ ചെയ്ത ആളുകൾക്ക് ഹിജ്റയുടെ മുമ്പ് ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹ, ഹജ്ജ് ചെയ്താൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു മാപ്പാക്കുമെന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ അംറു ബിൽ ആസ്? പറഞ്ഞു, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിർ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോളം എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ഘട്ടം വന്നു. ആദ്യം നബിയോട് ഏറ്റവും വെറുപ്പ് എനിക്കാണ്, ഇസ്ലാം എനിക്ക് ലഭിച്ചു, നബിയോട് ഏറ്റവും ഇഷ്ടം എൻ്റെ മനസ്സിൽ. വരാ പറഞ്ഞത്, വമാ കുൻതു ഉതീഖു അൻ അംല ഐനി മിൻഹു ഇജ്ലാലൻ ലഹ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. ഹബീബിന്റെ മുഖത്ത് നോക്കി കണ്ണു നിറയെ നോക്കി നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. ഇജ്ലാലൻ മിൻ, അവിടത്തോടുള്ള ബഹുമാനം കൊണ്ട് കണ്ണ് നിറയെ ഒന്ന് നോക്കിക്കാണട്ടെ എന്ന് ആലോചിച്ചാൽ പോലും കണ്ണ് നിറക്കാൻ കഴിയുമായിരുന്നില്ല. വലൗ സുഇൽതു അൻ നസിഫ, ഹബീബിനെ പുകഴ്ത്തി പറയാൻ പറഞ്ഞാൽ മാ അതഖതു, അതിനും എനിക്ക് സാധ്യമല്ല. ലിഅന്നി ലം അകുൻ അംല ഐനി മിൻ, കണ്ണ് നിറക്കാൻ ഹബീബിൽ നിന്ന് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാം, അവർ പറയാൻ, അന്ന് ഞാനെങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ ലറജൗതു, ഞാൻ കൊതിക്കുകയാണ്, ലകുൻതു മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ പോയേനെ. അതൊക്കെ കഴിഞ്ഞില്ലേ, ഹബീബ് വഫാത്തായി. ثم ولينا أشياء, നമുക്ക് അല്ലാഹു അധികാരം തന്നു, നേതൃത്വം തന്നു. മാ അദ്രി മാ ഹാലി ഫിഹാ, അധികാരം എൻ്റെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചു തന്നപ്പോ അത് ഞാൻ എങ്ങനെ നിർവഹിച്ചു എന്ന് അള്ളാഹുവിനോട് എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുന്നത്, അധികാരം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടല്ലോ, അതിന്റെ മുമ്പങ്ങ് മരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചുവല്ലോ, എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് നമ്മൾ പറയുന്നത്, ഫഇദാ അന മിത്തു, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഫലാ തസ്ഹബുനി നായിഹ, നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങൾ എൻ്റെ കൂടെ വരരുതേ, എൻ്റെ ജനാസയുടെ കൂടെ. അന്നൊക്കെ പെണ്ണുങ്ങളെ വാടക വിളിക്കും, കരയാൻ വാടക, അതിനെ നായിഹ എന്ന് അറബിയിൽ പറയാം. അവർക്ക് പൈസ കൊടുക്കും കരച്ചിലിന്. ആളെപ്പറ്റി ആണോ പെണ്ണോ എന്ന് പോലും അറിയില്ല. രസകരമായ സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. ഒരു കൂട്ടരെ ഇങ്ങനെ വിളിച്ചു, ജാഹിലിയ കാലത്തെ സംഗതികളെ പാടിയ പാട്ട് മുഴുവൻ ആണിനെ പറ്റിയാ, മരിച്ചു കിടക്കുന്നത് പെണ്ണാന്ന് പിന്നെ മനസ്സിലായത്. അങ്ങോട്ട് പാടന്നെ അവര്. സുബ്ഹാനല്ലാഹ്. ഈ അനൗൺസ്മെന്റുകളൊക്കെ അങ്ങനെയാണല്ലോ, അവരങ്ങോട്ട് പറയാം. മുഖ്യമന്ത്രി വന്നാലും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്, സാധാരണ ഉസ്താദ് വന്നാലും ഇതൊക്കെ തന്നെയാണ് പറയാം. ആര് വന്നാലും അങ്ങോട്ട് പറയുന്നേ നായിഹ, എന്നെ അത്തരക്കാര് പിന്തുടരുതേ എന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. വലാ നാർ, എൻ്റെ ജനാസ കൊണ്ടുപോകുന്ന തീപന്തം പോലെയുള്ള തീ അതിൻ്റെ കൂടെ വരരുത്. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു വസീയത്ത് ചെയ്യാം. അതുകൊണ്ട് ചിലരൊക്കെ രാത്രി മറവ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്. ആ തീ വരുമ്പോ യാ അല്ലാഹ്, ഈ മയ്യിത്തിനെ നരകം തൊടുമോ എന്നൊരു സൂചന അതിലുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ്. പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, രാത്രി മറവ് ചെയ്യാൻ പറ്റിയത്, ഒരു വിരോധമല്ല. പക്ഷേ അത് ഷുഅമാണെന്നാണ്, അതൊരു ഷുഅമാണ്, അതൊരു തരം പെസിമിസം അതിലുണ്ട് എന്നാണ്. ഫഇദാ ദഫൻതുമൂനി, നിങ്ങളെങ്ങനെ മണ്ണിലേക്ക് മറവ് ചെയ്തു വെച്ചാൽ ഫസന്നു അലയ്യ തുറാബ സന്നാ, അല്പാൽപമായി എൻ്റെ ഖബറിലേക്ക് നിങ്ങൾ മണ്ണെറിയുക. ثم أقيموا حول قبري, എൻ്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഒരൽപ്പനേരം നിൽക്കണേ. ഖദ്റമാ തുൻഹറു ജസൂറുൻ, ഒരു ഒട്ടകക്കുട്ടിയെ അറുക്കാൻ ആവശ്യമായ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ നേരം. വയുഖ്സമ ലഹ്മുഹാ,
എങ്ങനെ? എന്നെ മറവ് ചെയ്ത് നിങ്ങളോട് പോകരുത് കേട്ടോ, കുറച്ചു നേരം അവിടെ നിൽക്കണേ. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കും, അതുകൊണ്ട് എന്നെ മറവ് ചെയ്ത് ഉടനെ ഓടിപ്പോരരുതേ എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. നിങ്ങൾ ഓടിപ്പോകരുത്, അവിടെ നിൽക്കണം കുറച്ചു നേരം, ഒരു 1-2 മണിക്കൂർ നിങ്ങളവിടെ എനിക്ക് വേണ്ടി നിൽക്കണേ. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം കിട്ടും. ഈ ഹദീസാണ് നമ്മുടെ ഉലമാ എടുത്ത് പരിശോധിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ പ്രബലമായ ഹദീസ്. അവിടെ ഇരുന്നാൽ ആശ്വാസം ലഭിക്കുന്നുണ്ട്. ആർക്ക്? മരിച്ചു കിടക്കുന്ന മയ്യത്തിന്. നമ്മളല്ലേ ഇത് പറയുമ്പോൾ അന്ത്യവിശ്വാസം എന്ന് പറയുന്നത് സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. സ്വഹാബത്ത് മനസ്സിലാക്കി അവരുടെ ഫഹം ഇങ്ങനെയാണ്. അസ്ഹാബി കന്നുജൂം, അവർ നക്ഷത്ര തുല്യരല്ലയോ? നിങ്ങൾ ആരെ പിന്തുടരുന്നോ സന്മാർഗത്തിലാണ്. അങ്ങനത്തെ സ്വഹാബിമാർ പ്രബലരായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ അരികത്ത് നിങ്ങൾ അല്പനേരം നിൽക്കണം. അപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞ മയ്യത്തിന്റെ ഖബറിന്റെ അരികെ നിൽക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തതാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു.